ഹലോ, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് ഒരു സ്ട്രീറ്റ് ഫുഡുമായിട്ടാണ് കേട്ടോ. ഒരു നാട്ടിലെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു കാളന്റെ വെർഷനുമായിട്ടാണ് ഞാൻ വന്നത്. കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കൂടി ചേർന്ന ഒരു അടിപൊളി ഡിഷാണ്. സ്ട്രീറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടു നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാളൻ ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കോളിഫ്ലവർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തിന്നായി ചോപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ഫ്ലോററ്റ്സ് അല്ല. 1 കപ്പ് ക്യാബേജ്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ ഇടാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇടാം കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഒരു 60 ml, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണിന്റെ അടുത്ത് മൈദ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഹാഫ്, ഒരു 30 ml ഞാൻ കോൺഫ്ലോറും ഒരു 2 ടേബിൾ സ്പൂണിന്റെ അടുത്ത്. ഇനി ഇതിനെ ജസ്റ്റ് നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് അതിനെ കൈകൊണ്ട് മിക്സ് ചെയ്യണം. കാരണം ഈ കോളിഫ്ലവറിലും ക്യാബേജിലുള്ള വെള്ളം തന്നെ നല്ലവണ്ണം ഉണ്ടാവും നമ്മൾ കഴുകിയെടുത്തത് കൊണ്ട്. അല്ല, വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചായിട്ട് വെള്ളം തളിച്ച് ഇതിനെ മിക്സ് ചെയ്യാം. മൈദ കുറച്ചും കൂടി വേണ്ടി വരും. ഒന്നിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയില്ല. അതുകൊണ്ടാണ് പാർട്ട് ബൈ പാർട്ടായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത് കേട്ടോ. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് മാവ് ഉപയോഗിക്കാം. ഒരു 30 ml കൂടി ഞാൻ മൈദ ഇട്ടിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണും കൂടി. ഇനി അതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഗോതമ്പ് മാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് വരില്ല. ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരു ക്രഞ്ചിനെസ്സും വരില്ല കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി മൈദയും 1 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോറും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡിഫറൻസ് വരും കേട്ടോ. ചിലപ്പോൾ അത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരാം. ഇത് നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോ എല്ലാം നല്ലവണ്ണം ആ മൈദയിൽ ഇതൊക്കെ നന്നായിട്ട് ഉള്ളിൽ നന്നായി ബൈൻഡ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ബോൾ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് പ്രസ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മഞ്ചൂരിയൻ പോലെ അല്ലാതെ തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്കാണ് ഇടുന്നത്. കണ്ടോ, ഞാൻ ബോളൊന്നും ആക്കിയിട്ടില്ല. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തിയിട്ടാണ് ഇടുന്നത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് വറുത്ത് കഴിഞ്ഞാൽ കാളന്റെ മിക്സ് ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സ്നാക്കാണിത്. എന്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരും. ഇതിപ്പോ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒട്ടും മടിക്കരുത്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡിഷ് ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ഇതാ റെഡി ആയോന്നുണ്ട് ഏകദേശം. ഇത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഒരുപാട് നേരം നിന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ഇത് വാങ്ങിയെടുക്കാം. ഇതുപോലെ തന്നെ മറ്റുള്ളത് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഞാൻ വറുക്കുന്നത് ഇതിലേക്ക് ഇടാനായിട്ട് മിക്സ്ചറിന് പകരം ഇനി ഞാൻ കുറച്ച് കോൺ മിക്സ്ചർ കിട്ടാറില്ലേ, നമുക്ക് കോൺഫ്ലേക്സിന്റെ ഒരു മിക്സ്ചർ കിട്ടില്ലേ നാട്ടിലൊക്കെ, ആ മിക്സ്ചറിന്റെ ഫ്ലേക്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് വറുക്കുന്നത്. അപ്പൊ അത് നല്ല ചൂടിൽ വേണം വറുക്കാൻ കേട്ടോ. ഇത് ഇവിടുത്തെ മില്ലുകളിലൊക്കെ അവൈലബിൾ ആണ്. കോണിന്റെ മിക്സ്ചർ നല്ലൊരു ടേസ്റ്റ് ഉള്ളതല്ലേ. അപ്പൊ ഈ മിക്സ്ചർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നോർമൽ മിക്സ്ചർ ഉപയോഗിക്കാം. ഇതെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഇത്തിരി ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാളന്റെ മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഓയിൽ വേണം. ഇതൊരു തട്ടുകട സ്റ്റൈലിലുള്ള സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലുള്ളതാണ്. ഇനി 1 കപ്പ് ചോപ്പ് ചെയ്തിട്ടുള്ള ഒനിയൻ, ഒരു മീഡിയം സൈസ് ഒനിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പൊ നല്ലവണ്ണം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. നല്ലവണ്ണം സോട്ടാവണം ഇത്. ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, ചെറുതായിട്ടാണ് എല്ലാം അരിയേണ്ടത് ഇങ്ങനെയുള്ള ഡിഷിലേക്കൊക്കെ. ഇനി അതിനെ നന്നായി ഒന്ന് സോട്ടായി. ഇത് കണ്ടോ, കളറൊക്കെ മാറി നല്ലവണ്ണം സോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കപ്പ് ടൊമാറ്റോ പ്യൂരി. ടൊമാറ്റോനെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തതാണിത്. ഇതിന്റെ വെള്ളം ഫുള്ള് പോകുന്ന വരെ നമ്മൾ ഇതിനെ വഴറ്റിയെടുക്കണം. നല്ലവണ്ണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നാൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇതാ ഏകദേശമൊക്കെ
ആ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലവണ്ണം പോയതിന് ശേഷം മാത്രമേ നമുക്കിതിൽ മസാല ഇടാൻ പറ്റുള്ളൂ. ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യണം. അതിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കുറച്ച് കേട്ടോ, വളരെ കുറച്ച്, ഒരു 1/2 ടീസ്പൂണോളം നല്ല ചില്ലി പൗഡർ. കാരണം നമ്മൾ ഓൾറെഡി ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് വറുത്തതിലൊക്കെ, അതുകൊണ്ടാണ്. എണ്ണ പോരായെങ്കിൽ ഒഴിക്കണം കേട്ടോ. ഇതിൽ നല്ലവണ്ണം എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. എണ്ണ ഉണ്ടെങ്കിൽ ഇത് നന്നാവുള്ളൂ, ഇല്ല എങ്കിൽ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. ഇപ്പം ഇത് ഏകദേശം എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഒഴിക്കുന്നുണ്ട്. വെള്ളം പോരായെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യണം. നമുക്ക് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് വാട്ടറി ആവരുത്. ഇതൊന്ന് തിളച്ചിട്ട് പോരായെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ ഏകദേശം മിക്സ് ആയത് കണ്ടോ. അപ്പൊ തിക്നെസ് കുറച്ച് കൂടുതലുള്ള മാരിണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് തിളച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓവർ തിക്കാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കും. അപ്പൊ ഇതാ മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള ക്യാബേജും കോളിഫ്ലവറും കൂടിയുള്ള മിക്സിനെ നമുക്ക് അതിലേക്ക് ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഈ ഗ്രേവിയിലേക്ക് നല്ലവണ്ണം അത് കോട്ടഡ് ആവണം. അതിനനുസരിച്ചുള്ള ഗ്രേവി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഓവറായിട്ട് ഞാൻ ഇതിനെ കോട്ട് ചെയ്തിട്ട് ബാറ്ററി ആക്കുന്നില്ല. ഒരു ചെറിയൊരു കടിക്കാനുള്ളതും കൂടി വേണമല്ലോ. എന്നിട്ട് വലിയ പീസസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊത്തി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിലേക്ക് നല്ലവണ്ണം ജസ്റ്റ് ഒന്ന് ഈ മസാലയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കറക്റ്റായി ഒന്ന് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മിക്സ് ആയി വരും. അതാണ് അതിന്റെ ഒരു കോമ്പിനേഷനും കൂടി. ഇപ്പൊ റെഡി ആയി വരാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ട് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട്, സർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ചുടാതെ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ടൊരു ഗാർണിഷിങ്ങും കൂടി വേണം. അങ്ങനെയാണല്ലോ തട്ടുകടയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിയും മിക്സറും സേവും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ ഉള്ളിയും കൂടി ഇടുന്നുണ്ട്. അതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇടാം നമുക്ക്. ഇനി ഇടുന്നത് നമ്മുടെ കോൺഫ്ലോറിന്റെ മിക്സറാണ്. അതിൽ ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിരുന്നു. നിങ്ങൾക്ക് കോൺഫ്ലോറിന്റെ മിക്സ്ചർ ഇല്ല എങ്കിൽ നോർമൽ മിക്സ്ചർ ഉപയോഗിക്കാം. ഇനി എഗെയിൻ ഞാൻ ലേശം കൂടി ഉള്ളി മല്ലിയുടെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ള നാടൻ തട്ടുകട സ്റ്റൈലിലുള്ള കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കില്ലല്ലോ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.